ഒരു നോമ്പ് കാലം തുടങ്ങുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പലപ്പോഴും നോമ്പിനെ ഒരു ഭക്ഷണത്തിൻ്റെ ഉത്സവകാലമായിട്ട് പലരും മാറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ബോധ്യം വന്നു തുടങ്ങിയൊരു കാര്യമായതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ ക്രമം പറഞ്ഞു തരണമെന്ന് പലരും ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് പറഞ്ഞു തരാം. പുലർച്ചെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങളൊന്ന് കഴിച്ചാലും കുഴപ്പമില്ല, പുലർച്ചെ ഭക്ഷണത്തിൽ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും, ഒരു ബോയിൽഡ് എഗ്ഗ് പ്രോട്ടീൻ, ഒരു നേന്ത്രപ്പഴം, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോറ്, അതിൻ്റെ കൂടെ എന്തെങ്കിലും ചീരക്കറി, കടലക്കറി, അല്ലെങ്കിൽ കുറച്ച് പുട്ട്, പിന്നെ കുറച്ച് കക്കരിക്ക അരിഞ്ഞിട്ടത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റാഗി കൊണ്ട് വേണമെങ്കിൽ ഒരു പുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് എന്തെങ്കിലും ഷുഗറൊന്നും ഇടാതെ ഒരു സൂപ്പോ, റാഗി സൂപ്പ്, പിന്നെ കുറച്ച് നട്ട്സും കഴിക്കുക. പൊതുവെ പുലർച്ചക്കത്തെ ഭക്ഷണം പലരും അത് ആരോഗ്യപരമായിട്ട് തന്നെയാണ് പണ്ടേ ഫോളോ ചെയ്ത് വരാറുള്ളതെന്നുണ്ടെങ്കിലും ഭക്ഷണത്തിൻ്റെ ഒരു യുദ്ധക്കളമാക്കുന്ന ഒരു സമയമാണ് ഇഫ്താറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതാണ്. നമ്മൾ ഭക്ഷണത്തൊരു അറ്റാക്കായിട്ട് മാറ്റരുത്, ഭക്ഷണത്തോടുള്ള. അപ്പോൾ എങ്ങനെയാണ് ഒരു നോമ്പ് മുറിക്കേണ്ടത്? ഷുഗർ രോഗികളൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ഡേറ്റ്സ്, ഒരു കാരക്ക, അല്ലെങ്കിൽ 1, 2 കാരക്ക, ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സ് അരിഞ്ഞതോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സൂപ്പോ കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക. ഒരു കാരണവശാലും കാരക്ക 2 എണ്ണത്തിലധികം ആവരുത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 4 എണ്ണം, 5 കാരക്കയിലധികം ഒരിക്കലും കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൈ ചെയ്ത സ്നാക്കുകൾ ഒരു കാരണവശാലും നോമ്പ് തുറന്ന പാടെ കഴിക്കാൻ പാടില്ല. പിന്നെ ഷുഗർ അടങ്ങിയ ജ്യൂസ്, സർബത്ത്, അത് കാര്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്ക് ആരോഗ്യപരമായിട്ടും ഭക്തിസാന്ദ്രവുമായിട്ടുള്ള നോമ്പാണ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ക്ഷമിക്കേണ്ടി വരും, അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ബാപ്പുജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാണ് കാര്യമായിട്ട് നോമ്പ് തുറക്കുന്നതെന്നാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമല്ല. നോമ്പ് എങ്ങനെയാവണം എന്നുള്ളത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഒന്നല്ല. ഷുഗറി സർബത്തുകൾ, ഷുഗർ അടങ്ങിയിട്ടുള്ള ജ്യൂസുകൾ, ഇതൊന്നും ഇഫ്താറിൻ്റെ ഉടൻ തന്നെ കഴിക്കാൻ പാടില്ല. ഇനി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് 1, 2, 3 പത്തിരി, 1 കപ്പ് റൈസ്, 2 ചപ്പാത്തി, ഫിഷ് കറി, ചിക്കൻ കറി, ഓയിൽ കുറച്ചിട്ട് എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾ ഡിഷ്, പിന്നെ കുറച്ച് സാലഡ്, ഇതൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താറായിട്ട് അത് മാറും. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി, സമൂസ, പിന്നെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഓവറായിട്ട് കഴിക്കുക, ഷുഗർ അടങ്ങിയിട്ടുള്ള സർബത്തുകൾ, ജ്യൂസുകൾ, ഒരുപാട് ഫ്രൈ ചെയ്ത സ്നാക്കുകൾ, ഇതൊന്നും നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്ക് ഒരു പക്ഷേ ഈ കാര്യം പാലിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ ഫെയിലിയറാണ്. പക്ഷെ നോമ്പ് യഥാർത്ഥ രീതിയിലാവണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് റമദാൻ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ലിവറിന് ഓവർലോഡാക്കിയിട്ട് കൊളാക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിനും ഇടയിൽ 2 or 3 ലിറ്റർ വെള്ളം കുടിക്കണം, ഇളനീര് കഴിക്കാം, മോര് വേണം കഴിക്കാം കേട്ടോ. ഒരു കാരണവശാലും കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഷുഗർ ബോംബ് ബ്ലാസ്റ്റുകളായിട്ടുള്ള ഒരുപാട് ജ്യൂസുകളൊന്നും കഴിക്കരുത്. ഇനി പ്രമേഹ രോഗികൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഒരു കാരണവശാലും അവരുടെ പുലർച്ചെയുള്ള ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. അതും ആ നോമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്തോട് അടുപ്പിച്ച് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഷുഗർ മോണിറ്റർ ചെയ്യുക. ഒരുപാട് ഹെവി ഫ്രൈഡ് ആയിട്ടുള്ള ഇഫ്താറുകൾ ഒഴിവാക്കുക. പിന്നെ മെഡിസിൻ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇഫ്താർ പ്ലാന് പറഞ്ഞുതരാം. 3, 4, 5 പത്തിരി, അല്ലെങ്കിൽ പുട്ട് പ്ലസ് കടല, എഗ്ഗ്, പിന്നെ 2 ഗ്ലാസ് വെള്ളം നോമ്പ് നോൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ചോറ്, അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉദാഹരണം പറയണം. ഇഫ്താർ എന്ത് ചെയ്യാം? 2 ഡേറ്റ്സ്, കുറച്ച് വെള്ളം, ഇത്തിരി ഫ്രൂട്ട്സും വെച്ചിട്ട് തുറക്കാം. പിന്നെ അത് കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് റൈസ് അല്ലെങ്കിൽ കുറച്ച് ചപ്പാത്തി,
കുറച്ച് ഫിഷ് കറി, ഇനി വേണമെങ്കിൽ കുറച്ച് തോരന്, കുറച്ച് സാലഡ്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കുറച്ച് ബട്ടർ മിൽക്കും കുറച്ച് നട്ട്സും കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ റംദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റരുത്. സ്മാർട്ടായിട്ട് കഴിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറ്റുക. ഓക്കെ.